ഹലോ നമസ്കാരം. ഞാൻ കവിത സുധാകരൻ. ഏഹ് ഇന്ന് മിഷനിലെ ഡയറി റൈറ്റിംഗ് ഉണ്ട് ഞങ്ങളുടെ SRCM-ൽ. അതിനെ പറ്റിയാണ് പറയുന്നത്. യോഗയിലെ കേട്ടോ. യോഗ ചെയ്യുന്ന ഞങ്ങളുടെ രാമചന്ദ്ര മിഷനിൽ ഒരു ഡയറി റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരവസ്ഥയുണ്ട്. അപ്പോൾ യോഗ ചെയ്യാത്തവരും ഡയറി എഴുതണവരൊക്കെ ഉണ്ട്. ഡയറി റൈറ്റിംഗ് ഒരു നല്ല പ്രവണതയാണ്. ഡിസംബർ 2010 ദാജി മാസ്റ്റർ ഭാഗധേയത്തിൽ 2 വരികൾ കുറിച്ചിട്ടുണ്ട് ഡയറി റൈറ്റിങ്ങിനെ പറ്റി. അതാണ് പറയണത് കേട്ടോ. ഡിസംബർ 2010 ഞാനൊരിക്കൽ ഡയറിയിൽ എഴുതിയത് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. അന്ന് ആ അനുഭവം വളരെ നിസ്സാരമായിട്ട് തോന്നി എനിക്ക്. ധ്യാനത്തിൽ ഞാനൊരു വ്യക്തിയെ കണ്ടുവെന്നും ഞങ്ങൾ 2 പേരും ഒന്നായി തീർന്നു എന്നുമായിരുന്നു അന്ന് ഞാൻ എഴുതിയത്. ഇന്നലെ യാദൃച്ഛികമായി ഞാനത് തുറന്നു. ഈശ്വര, അതെന്നെ ഒരു റോക്കറ്റ് പോലെ ഇടിച്ചു. അതിനെ തുടർന്ന് ഞാൻ കരയാൻ തുടങ്ങി. 2 വർഷത്തിനു ശേഷം അത്രയധികം അതെന്നെ സ്വാധീനിച്ചു. പക്ഷേ ഞാൻ അതെഴുതിയപ്പോൾ ഒന്നുമായിരുന്നില്ല അതെനിക്ക്. എൻ്റെ ഡയറിയിൽ നിന്നുമുള്ള മറ്റൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നത്തിൽ ഞാനൊരു സ്ഥലത്തെക്കുറിച്ച് വിവരിക്കുകയായിരുന്നു. ഒരു നീരൊഴുക്കുണ്ടായിരുന്ന അവിടെ 150 അടിയോളം ഉയരമുള്ള കുറേ വലിയ വൃക്ഷങ്ങൾ തീർത്ത ഒരു വിതാനമുണ്ടായിരുന്നു. വിശാലമായ ഒരു പുൽത്തകിടിയും ഒരു ചെറിയ വീടും. 1971 ആ ഡയറി കുറിപ്പിൽ ഞാൻ ഇതും എഴുതി ചേർത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ മാസ്റ്റർ ചാരുജിയുടെ അടുത്തിരിക്കുകയാണ്. അന്നൊക്കെ അദ്ദേഹം ചാരി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാൻ എഴുതിയിരുന്നത്: ഞാൻ ബ്രദർ ചാരിയുടെ അടുത്തിരിക്കുകയാണ്. വേറെ 4-5 ആളുകൾ കൂടി ഉണ്ടായിരുന്നു. അന്ന് ഞാൻ അതിശയിച്ചു പോയി. ഇതൊരു വിദേശ രാജ്യമാണ്. ഞാനാകട്ടെ ഇന്ത്യയിലും. അന്ന് ഞാൻ അഹമ്മദാബാദിലായിരുന്നു. സാരമില്ല, ഞാൻ അങ്ങനെ തന്നെ എഴുതി. 1986-ലോ 87-ലോ ഞങ്ങൾ അറ്റ്ലാന്റയിൽ പോയിരുന്നപ്പോൾ മാസ്റ്റർ പറഞ്ഞു, നമുക്കൊന്ന് അൽബനിയയിലേക്ക് പോകാം. ഞങ്ങൾ 5-6 പേരുണ്ടായിരുന്നു. ന്യൂയോർക്ക് സംസ്ഥാനത്തിലെ അൽബനിയയിലേക്ക് പോയി. അവിടെ ഞങ്ങൾ സന്ദർശിച്ച സ്ഥലം അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ ഡയറിയിൽ ഞാൻ അന്ന് എഴുതി വിവരിച്ചതുപോലെ തന്നെയുള്ളതായിരുന്നു. അന്ന് ചാരുജി മാസ്റ്ററായിരുന്നില്ല. ഞാൻ അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നുവെന്നല്ല സ്വപ്നം കണ്ടിരുന്നത്. പക്ഷേ ചെന്നെത്തിയ സ്ഥലം എൻ്റെ വിവരണത്തിലുള്ളതുപോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ശുപാർശ ചെയ്യാനുള്ളത്, തികച്ചും ദൈനംദിനമെന്ന പോലെ തോന്നാമെങ്കിലും ഒരു അണ്ണാനെയാണ് കാണുന്നതെങ്കിലും അത് ഡയറിയിൽ എഴുതി വയ്ക്കുക. ഞാനൊരു അണ്ണാനെ കണ്ടു എന്ന് ഒരുപക്ഷെ പിന്നീടൊരിക്കൽ നിങ്ങൾ അതുമായി പ്രതികരിക്കുമായിരിക്കും. ധ്യാന സമയത്ത് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് എന്തായാലും എഴുതി വയ്ക്കുക. നിങ്ങൾക്കുണ്ടാവുന്ന സ്വപ്നങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ആളുകളുമായി നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി, മാസ്റ്ററുമായി, ഈശ്വരനുമായി നിങ്ങൾക്കുണ്ടാവുന്ന അനുഭവങ്ങൾ, നിങ്ങൾ വായിക്കുന്ന പുസ്തകങ്ങൾ, നിങ്ങൾ കാണുന്ന സിനിമകൾ, ഇങ്ങനെ എല്ലാം ഡയറിയിൽ എഴുതി വയ്ക്കുക. ചെന്നൈയിൽ ആശ്രമത്തിൽ ഡയറി റൈറ്റിങ്ങിനൊരു സ്ഥലം തന്നെയുണ്ട്. അപ്പോൾ ഡയറി എഴുതാത്ത കൂട്ടുകാരൊക്കെ ഡയറി എഴുതണേ. ഇനി പ്രകാശിത ലോകം, അതായത് ആത്മാവൊക്കെ ചെല്ലുന്ന ലോകം, തേജോ ലോകങ്ങൾ എന്നൊക്കെ പറയില്ലേ, അതാണ് കേട്ടോ. ഒരിക്കൽ മാസ്റ്റർ പറയണത് 1945 എപ്പോഴോ പ്രകാശിത ലോകത്ത് വളരെയധികം ആവേശമുണ്ടായി. ആരാണ് ബാബുജിയുടെ ബോധതലത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് എന്ന് എനിക്കറിയില്ല. സ്വാമി വിവേകാനന്ദനോ അല്ലെങ്കിൽ മറ്റേതോ സന്യാസിയാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. എന്താണ് പ്രാധാന്യമുള്ളത് എന്ന് വെച്ചാൽ, ബാബുജിയുടെ ബോധതലത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ബാബുജിയെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു,
നിങ്ങളുടെ ബോധതലം നോക്കുക. ഒരു മനുഷ്യനും ഇതുവരെ ഇത്തരത്തിലുള്ള ബോധതലം കൈവരിച്ചിട്ടില്ല. നിങ്ങളുടെ ഏറ്റവും താഴ്ന്ന ബോധതലത്തിന് ഉയർന്ന സ്ഥാനമാണുള്ളത്. പ്രപഞ്ചത്തിൽ ഇതുവരെ ജന്മമെടുത്തിട്ടുള്ള ഏറ്റവും ഉയർന്ന സന്യാസിയുടെ ഏറ്റവും ഉയർന്ന ബോധതലത്തിന് പോലും നിങ്ങളുടെ ഏറ്റവും താഴ്ന്ന ബോധതലം സ്പർശിക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള പരിണാമത്തിനാണ് നമ്മൾ മുന്നോട്ട് നോക്കുന്നത്. ആ നിധിയുടെ 10% നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് ലോട്ടറിയിൽ ഇരട്ട ബില്യൺ ഡോളർ നേടുന്നത് പോലെയാണ്. എന്നാൽ പോലും അത് ഒന്നുമല്ല. അതുകൊണ്ട് ധ്യാനം എന്നത് വളരെ ഗൗരവമായി തന്നെ എടുക്കണം. ധ്യാനം നന്നായി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നല്ല വിശ്രമം ലഭിച്ച മനസ്സും ഹൃദയവും വേണം. ശരീരത്തിന് വിശ്രമം കൂടിയേ കഴിയൂ. ഉറക്കച്ചടവുള്ള ഒരു മനസ്സ്, ഉറക്കം തൂങ്ങുന്ന ശരീരം, മടി പിടിച്ച ശരീരം, അലസത കെട്ടിക്കിടക്കുന്ന ശരീരം, മന്ദിപ്പ്, ഈ പറഞ്ഞതെല്ലാം നിങ്ങളെ എങ്ങുമെത്താൻ സഹായിക്കില്ല. നിങ്ങൾക്ക് ഉണരണമെന്നുണ്ടെങ്കിൽ, വിശ്രമമുള്ള മനസ്സിനെ വേണമെങ്കിൽ വ്യായാമവുമായി യോജിപ്പിച്ചോളൂ. പുറത്തുപോയി ഓടുകയോ ജോഗിംഗ് നടത്തുകയോ ചെയ്യാം. അത് കഴിഞ്ഞ് ധ്യാനിക്കുക. നമ്മൾ ധ്യാനിക്കുമ്പോൾ ചില ചിന്തകൾ ഉയർന്നു വരുന്നു. അവ അതിരാവിലെ സംഭവിച്ചതോ രാത്രിയിൽ സംഭവിച്ചതോ പകൽ സംഭവിച്ചതോ ആകാം. എന്നാൽ ഈ ചിന്തകളോട് മല്ലിടാതെ അവയെ അവഗണിക്കുക. നിങ്ങൾ ധ്യാനിക്കുകയാണെന്ന് സ്വയം ഓർമ്മപ്പെടുത്തുക. എല്ലാം ശാന്തമായിരിക്കണം. യാതൊരുവിധ സമ്മർദ്ദങ്ങളും ധ്യാനത്തിൽ പ്രയോഗിക്കരുത്. ഈ വിധം അരമണിക്കൂറിൽ തുടങ്ങി സാവധാനം 1 മണിക്കൂർ വരെ ധ്യാനിക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം. ദൈവമേ, എനിക്ക് അങ്ങയെ അറിയില്ല, എന്നാലും അങ്ങയോടുള്ള എൻ്റെ പ്രാർത്ഥന ഇതാകുന്നു. ഇത് അങ്ങയിലേക്ക് എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ധ്യാനിക്കാൻ പോകുന്നു. അങ്ങ് ആരായാലും അങ്ങ് എന്തായാലും അങ്ങയുടെ സത്ത എനിക്ക് അനുഭവവേദ്യമാക്കി തരണമേ. ഈ ഒരു ഭാവം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥന അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ സ്വസ്ഥമായിരിക്കുമ്പോൾ ദിവ്യപ്രകാശത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് സങ്കല്പിക്കുക. അതിലേക്ക് അത്രമാത്രമേ വേണ്ടൂ. അതിനുശേഷം എന്തൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്തം മാസ്റ്റർ ഏറ്റെടുക്കുന്നു. അതായത് മാസ്റ്റർ ദൈവമല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അഥവാ സത്തയെ ഉണർത്തുന്നു. എന്നാൽ ആ ജോലി നിർവഹിക്കുന്നത് നമ്മുടെ മാസ്റ്റർ ആണ്. അതുകൊണ്ട് വ്യത്യാസം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ജീവിതം നമ്മുടെ മുമ്പിൽ വരുന്നതിനനുസരിച്ച് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ബാധ്യത നമ്മൾ തീർക്കുന്നത്. മറ്റു പലരെയും പോലെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓടി അകലുകയല്ല ചെയ്യുന്നത്. അതിനെ ധൈര്യത്തോടും വിശ്വാസത്തോടെയും അഭിമുഖീകരിക്കുകയാണ്. മഹത്തായ ചിലത് ചെയ്യാൻ ജീവിതത്തിലെ വെല്ലുവിളികൾ നമ്മെ സജ്ജമാക്കുന്നു. നല്ല പോയിന്റ് അല്ലേ?
മാസ്റ്റർ പറയേ, ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായുള്ള ദിവ്യാനുഗ്രഹങ്ങളായി കരുതി നന്ദിയുള്ളവരായിരിക്കും. അതൊരു നല്ല പോയിന്റ് അല്ലേ? വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാലം ഉറപ്പോടെ തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഞാനത് ചെയ്തു എന്ന്. ബുദ്ധിമുട്ടുകൾ നിറഞ്ഞ സമയങ്ങളാണ് നമ്മെ കൂടുതൽ കരുത്തുള്ളവരാക്കി തീർക്കുന്നത്. ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒറ്റ പരീക്ഷ പോലും നൽകിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ്സുകളിൽ കയറുക പോലുമില്ല. ഒരുപക്ഷേ വിദ്യാഭ്യാസത്തെക്കുറിച്ച് തികച്ചും ആത്മാർത്ഥതയുള്ള വളരെ കുറച്ചു പേർ മാത്രം പറയുമായിരിക്കും, പരീക്ഷകളുണ്ടെങ്കിലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം, എനിക്കു പഠിച്ചേ പറ്റൂ എന്ന്. ഇങ്ങനെയുള്ളവർ മനുഷ്യവർഗത്തിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്നവരാണ്. നമുക്ക് പരീക്ഷ എപ്പോഴും പേടിയാണ്. പരീക്ഷ എഴുതാതിരിക്കാനുള്ള അവസരം കിട്ടുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായും അത് സ്വീകരിക്കും, അല്ലേ? അതാണ് നമ്മുടെ പ്രശ്നം. ഇത് തന്നെ നമ്മൾ ജീവിതത്തിലും ആവർത്തിക്കണം. ജീവിതം പരീക്ഷകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പലതരത്തിലുള്ള പരീക്ഷകൾ. മാസ്റ്റർമാർക്കും ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പരീക്ഷകൾ നിങ്ങളുടെ കഴിവുകൾ പരിശോധിച്ചറിയുന്ന പരീക്ഷകളെ പോലെയല്ല. ജീവിതത്തിലെ വെല്ലുവിളികൾ കൂടുതൽ മഹത്തായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മെ സജ്ജമാക്കുന്നു. അസുഖകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത്തരം നിമിഷങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം നാം. അവയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നതിന് പകരം അവയിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക. നിരാശരാകാതെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പഠിക്കുക. ഭഗ്നാശരായാൽ നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടും. നമ്മുടെ റഡാർ, നമ്മുടെ അകത്തു തന്നെയുള്ള വഴികാട്ടി അസ്വസ്ഥനായാൽ പിന്നെ ഉള്ളിൽ നിന്നും നമുക്ക് മാർഗനിർദ്ദേശം കിട്ടാതെയാവും. അപ്പോൾ നമുക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ വരും. അതുകൊണ്ട് വെല്ലുവിളികൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ ലാളിത്യത്തോടുകൂടി അധിക ജാഗ്രത പുലർത്തണം. വെല്ലുവിളികളെ എതിർക്കുന്നതിനു പകരം അവയെ ക്ഷണിച്ച് സ്വീകരിക്കുക. അതുകൊണ്ടാണ് ബാബുജി, ഞങ്ങളുടെ മാസ്റ്റർ, ആവർത്തിച്ചു പറയുന്നത് ദുരിതങ്ങളെ അംഗീകരിക്കുക എന്ന്. അവയെ അംഗീകരിച്ചില്ല എങ്കിൽ അവയുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാനാവില്ല. നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു അവയ്ക്ക്? അവ നമ്മെ എവിടെയൊക്കെ എത്തിക്കുമായിരുന്നു? ഏതെല്ലാം തലങ്ങളിലേക്ക് കൊണ്ടുപോകുമായിരുന്നു? ജീവിതത്തിൽ നമുക്ക് അസ്വീകാര്യമായ കാര്യങ്ങൾ അപ്പാടെ തള്ളിക്കളയുമ്പോൾ ഈ പറഞ്ഞ സംഗതികളെല്ലാം നമുക്ക് നഷ്ടമാകും. സമാധാനപൂർവം സ്വസ്ഥവും ധീരവുമായ ഇതിലൂടെ കടന്നു പോവുകയാണ് വേണ്ടത്. ശരിയാണ്, ഇതിന് അസാമാന്യ ധൈര്യം തന്നെ വേണം. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ അതിന് മുമ്പത്തേക്കാൾ കൂടുതൽ കരുത്തോടെ അവയിൽ നിന്ന് പുറത്തു കടക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അവയെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒന്നും തന്നെ പഠിക്കില്ല. വെറുതെ സ്വീകരിക്കുക മാത്രം ചെയ്താൽ വെറുമൊരു സാധാരണ മനുഷ്യനായി തന്നെ നിലനിൽക്കും. വെറുതെ സ്വീകരിക്കുക എന്നത് മാത്രമല്ല ഗുരുക്കന്മാർ പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യങ്ങളെയെല്ലാം ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും സ്വീകരിച്ച് അവയിൽ നിന്ന് പുറത്തു കടക്കുമ്പോൾ അനുഭവിക്കാൻ പറ്റുന്ന ചാരുത മനസ്സിലാക്കുക എന്നാണ് അവർ നമ്മോട് പറയുന്നത്. ഇതിന് വളരെയേറെ ധൈര്യവും ആത്മവിശ്വാസവും വേണം. ആത്മവിശ്വാസമില്ലെങ്കിൽ ചുരുങ്ങിയത് മാസ്റ്ററിലെങ്കിലും വിശ്വാസം വേണം. ഇത്രയേറെ കഴിവുള്ള ഒരു മാസ്റ്റർ ഉള്ളതിനാൽ ഇതിലൂടെ കടന്നു പോകാൻ തനിക്ക് കഴിയുമെന്ന വിശ്വാസം. അങ്ങനെയായാൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. നിങ്ങൾ പരാജയപ്പെട്ടേക്കാം, എന്നാൽ ജീവിതത്തിൻ്റെ പരീക്ഷയിൽ നിങ്ങൾ ജയിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. നമ്മൾ ഭീരുക്കളെ പോലെ ഓടി രക്ഷപ്പെടുന്നില്ല. ജീവിതം നമ്മുടെ മുമ്പിൽ വരുന്നതനുസരിച്ച് നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നു. അങ്ങനെ നമ്മൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ ഭാഗധേയം നമ്മൾ തീർക്കുന്നത്.
മറ്റു പലരെയും പോലെ നമ്മൾ ജീവിതത്തിൽ നിന്ന് ഓടി അകലുകയല്ല ചെയ്യുന്നത്. അതിനെ ധൈര്യത്തോടും വിശ്വാസത്തോടെയും അഭിമുഖീകരിക്കുകയാണ്. ഞങ്ങളുടെ സഹജമാർഗത്തിലൊരു പോയിൻ്റാണ്: ദുരിതങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കായുള്ള ദിവ്യ അനുഗ്രഹങ്ങളായി കരുതി നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും നന്ദി പറയുക, അതൊരു വലിയ നന്മയ്ക്കാവും. പിന്നെ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.